ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൂ നോ മീ ബെറ്റർ. അപ്പൊ എന്റെ ഹൂ നോ മീ ആണ് എടുക്കാൻ പോണത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഉത്തരം വിച്ച് ഈസ് മൈ ഫേവറേറ്റ് കളർ? എല്ലാവർക്കും പോയിന്റ് ഉണ്ട് കേട്ടോ. ഇല്ല, അവരെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് മൈ അല്ല ഞാൻ എഴുതട്ടെ. വിച്ച് ഈസ് മൈ അല്ല ഹൂ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ബെസ്റ്റി. ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റി. അതെനിക്കറിയാം. ആർക്കെങ്കിലും ക്ലൂ വേണം? എനിബഡി? അല്ല എഴുത്. ക്ലൂ ഒന്നും വേണ്ടതിന്. ഇത് ഉത്തരം പറഞ്ഞു കൊടുക്കേ. എന്തേലും എഴുതണം, വിടാൻ പറ്റില്ല കേട്ടോ. എന്തേലും എഴുതണം. സ്പെല്ലിംഗ് ചോദിച്ചാൽ പറഞ്ഞോ. സ്പെല്ലിംഗ് കൊണ്ട് ചോദിച്ചാൽ ഇത്തരം പറയണം, നല്ല സ്പെല്ലിംഗ് പറഞ്ഞു. എഴുതെന്തേലൊക്കെ എഴുത്. ആ ഓക്കെ. എന്താ നൗറിനാണ് കറക്റ്റ് ആൻസർ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് അല്ല, തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ് ടു ഈറ്റ്? കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. നോൺ വെജ്. നോൺ വെജിൽ എനിക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ആലോചിക്കാനേ. എത്ര സിമ്പിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ബിരിയാണി ഓക്കെയാണ്. ഓക്കെ. ഫേവറേറ്റ് ഫ്രൂട്ട്. മൈ ഫേവറേറ്റ് ഫ്രൂട്ട് മൈ ഫേവറേറ്റ് ഫ്രൂട്ട് ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. എന്ത് സിമ്പിളാണ്. ഐ മോർ ഈറ്റ്. ഞാൻ കൊറേ കഴിക്കത്, മടുക്കില്ല. അതും പറയാൻ പറ്റില്ല, ഞാൻ എല്ലാ ഫ്രൂട്ടും ഇത്രയും തന്നിട്ട് ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. Okay. What is the fruit name? Rambutan. Apple. Munjamanga. പച്ചമാങ്ങ. പച്ചമാങ്ങ. ചുച്ചിക്ക് മെമ്മേടെ അടുത്ത് ഞാൻ ഒരു മാങ്ങ കഴിക്കുന്നറിയോ? പക്ഷെ അത് അല്ല, അവള് മടുക്കാതെ കഴിക്കണത് വാങ്ങിയ അതൊക്കെ അവൾക്ക് മടുക്കും. മടുക്കില്ല എന്നാലും. മൈ ഫേവറേറ്റ് സബ്ജക്ട്. എന്റെ ക്ലാസ് എടുത്തോണ്ടിരിക്കണേല് ഇപ്പൊ എന്റെ ഫേവറേറ്റ് സബ്ജക്ട്. കഴിഞ്ഞ കൊല്ലത്തെ പറ്റില്ല, ഇക്കൊല്ലത്തെ. ഈ കൊല്ലത്തെ, കഴിഞ്ഞ കൊല്ലത്തെ, ഈ കൊല്ലത്തെ ഏകദേശം സബ്ജക്റ്റുകളുടെ പേര് വേണം ഞാൻ പറയാം. വേണ്ട വേണ്ട, അത് ഇവർക്കറിയാം. ഇവർക്കറിയില്ല. ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ഇംഗ്ലീഷ് 1, ഇംഗ്ലീഷ് 2, ഹിന്ദി, മലയാളം ഇല്ല, മാത്സ്. ഫിസിക്കലി ഉള്ള സംഭവമാണോ? അല്ല, ഹിസ്റ്ററി, ബയോളജി, ഫിസിക്സ്, നോ നോ നോ, ഡോണ്ട് ടെൽ. അതാണ് ടോസ്റ്റ് അവിടെ. അല്ല, കോപ്പി ഒന്നും അടിച്ചിട്ടില്ല. അത് ഇത് വീഡിയോ നോക്കി അറിയാലോ നമുക്ക് കോപ്പി അടിച്ചിട്ടുണ്ടോന്ന്. History. More interesting about old things. Second question.
My favorite teacher name. അല്ല എടുക്കാത്തത് സ്കൂളിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ സ്പോർട്സ് മാഷ്. ഞാൻ പറയണില്ല മാഷ് കാണുന്നുള്ള പേടിയോട് ഞാൻ പറയാത്തത്. എന്താ ടീച്ചറിന്റെ പേരറിയില്ലെങ്കിൽ കൂടിയിട്ട് ആ ടീച്ചറുടെ സബ്ജക്ട് ഏത്? സബ്ജക്ട് എഴുതിയാലും മതി. സബ്ജക്ട് എന്തെങ്കിലും എല്ലാവരും എഴുതില്ലേ? പറ. ഇപ്പോഴുള്ള മാമാരെ ആരെയാണ് ഞാൻ ചോദിച്ചാൽ മാമൊക്കെ പോയിട്ട് 2 വർഷം. ജസ്ന മാം. നോ 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 നമുക്കറിയാം, ഞാൻ പറയാം. അയ്യോ ഞാൻ പാവം. എന്റെ ഇതുവരെ ഇതിലല്ല അല്ലേ. ഓക്കെ നെക്സ്റ്റ് വൺ. മൈ ഞങ്ങളുടെ സ്കൂളിൽ വന്നു പോയിട്ടുള്ള പ്രിൻസിപ്പാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിൻസിപ്പാൾ. ഇപ്പത്തെ എഴുതാൻ പറ്റും. പറ്റും. ഇപ്പോഴത്തെ പണ്ടത്തെ അതിന് മുമ്പത്തെ 3 പ്രിൻസിപ്പാളുടെ പേര് ഞാൻ ഓപ്ഷൻസ് ഈസ് ദർ. ലിഞ്ചു ലൂക്കോസ്, നമിത, ദീപ്തി. എടി ഇവരുടെ ഒക്കെ മുന്നിൽ സിസ്റ്റർ എന്നുണ്ട് കേട്ടാ. ദീപ്തി സിസ്റ്റർ. ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും അറിയാൻ മതി. ലിഞ്ചു സിസ്റ്റർ, ദീപ്തി സിസ്റ്റർ, നമിത സിസ്റ്റർ. ചേച്ചി കൂടുതൽ പറയണ സിസ്റ്ററിന്റെ സ്നേഹമൊക്കെ വേണ്ടാവും. പറയാനില്ല, അത് പറയാൻ പറ്റില്ല. ഞാൻ ഓപ്ഷൻസ് ഒന്നുമില്ലോ. എല്ലാവരും എഴുതിയില്ലേ? ലിഞ്ചു ലൂക്കോസ് അവൾക്ക് ഇഷ്ടമുള്ളതാ. നീ എന്തീ പറയണേ? ദീപ്തി. ദീപ്തിയാണ് ദീപ്തി. ആ കറക്റ്റാ. ദീപ്തി സിസ്റ്റർ. ആഫ്റ്റർ ഷീ ഈസ് മൈ ഫേവറേറ്റ്. ഓ കൊക്കോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത് എനിക്കിപ്പോ ഇഷ്ടമുള്ള സിസ്റ്ററിന്റെ പേരല്ല ഞാൻ ചോദിച്ചത്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് കോസ്റ്റ്യൂം ടു പുട്ട് വെസ്റ്റേൺ ഓർ ക്ലാസിക്കൽ അക്കാദമി. അതായത് പാവാട ബ്ലൗസ് ആണോ ഇഷ്ടം അതോ പാന്റ് ജീൻസ് ആൻഡ് ടോപ്പാണോ ഇഷ്ടം? ഞാൻ എഴുതട്ടെ. ഞാൻ ഓൾറെഡി എഴുതിയിട്ടില്ല. എഴുതിയില്ലേ? ഇട്ട് വന്നത് എനിക്കറിയാം. ഓക്കെ ഇത് സിമ്പിൾ. എല്ലാവർക്കും മാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പുസ്തകം എന്താ ജീൻസ് ഓക്കെ കറക്റ്റാ. എല്ലാവർക്കും കറക്റ്റാണ്. ഇതുവരെ ആർക്കും ഒരുമിച്ച് മാർക്ക് കിട്ടിയിട്ടില്ല. അതാണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഹോബി ടു ഡു. എനിക്ക് ഇഷ്ടമുള്ള കാര്യം. തീർച്ചയായിട്ടും എന്താ നിന്റെ നമ്മടെ വെട്ടിയെഴുതുന്ന പരിപാടി ഇല്ല കേട്ടാ. അതെ നോക്കൂ നോക്കൂ. അതായത് എനിക്കിപ്പോ ടു ഷോപ്പ് ആൻഡ് അല്ല ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഷോപ്പ് ആൻഡ് ടേക്ക് വീഡിയോ അല്ല ടു ഷോപ്പ് ഓർ ടേക്ക് വീഡിയോ അങ്ങനെ എഴുതാൻ പറ്റില്ല. ഒരെണ്ണം എഴുതാൻ പറ്റും. എന്നിട്ട് ഒരെണ്ണം എഴുതാൻ പാടുള്ളൂ ഇഷ്ടപ്പെട്ട കാര്യം. ഓർ അല്ലെങ്കിൽ ആൻഡ് അങ്ങനെ എന്നിട്ട് എഴുതാം. ആൻഡ് എഴുതിയോണ്ട് കുഴപ്പമില്ല. ഓർ എന്നിട്ട് എഴുതാൻ ജീൻസ് ആൻഡ് ടോപ്പ് എഴുതിയില്ലേ? അതേപോലെ ഇന്നത് ആൻഡ് ഇന്നതെന്ന് എഴുതിക്കോ. ക്രാഫ്റ്റ് ആൻഡ് ഡ്രോയിങ്. ക്രാഫ്റ്റ് ആൻഡ് ഡ്രോയിങ് ഇവർക്ക് രണ്ടാമത്തെ പോയിന്റ്. അത് പറ്റില്ല. ഇവനെ കറക്റ്റ് പറഞ്ഞത്. അവള് ക്രാഫ്റ്റ് ആൻഡ് ജേർണലിംഗ് അല്ല പറഞ്ഞേ. അത് ഇഷ്ടല്ല എന്ന് പറഞ്ഞില്ല. ഇല്ല അത് കറക്റ്റാ. ആൻഡ് ഡ്രോയിങ് എഴുതിയത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാറ്റി എഴുതിയതാ. മൈ ഡ്രോയിങ് എഴുതിട്ടോ. മൈ ഹേറ്റിംഗ്
സബ്ജക്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് വേണം. നോക്കിയിട്ടുണ്ടല്ലോ ഷോർട്ട് ഫോം എഴുതിയാലും മതി. ഫിസിക്സിന് PH1, ബയോളജിക്ക് BIO, കെമിസ്ട്രിക്ക് CHE, അങ്ങനെ ഷോർട്ട് ഫോം എഴുതിയാൽ മതി. എഴുതിയാ എന്താ ഇവിടെ എന്താ ബയോളജി ഇഷ്ടല്ല ബയോളജി. ഹിസ്റ്ററി ഹിസ്റ്ററി ഞാൻ എഴുതിയിട്ടുള്ളത് അവിടെ അയ്യോ ആരാ ബയോളജി എഴുതിയേ? ഞാൻ കുട്ടു. പിന്നെ അങ്ങനെ ശരിക്കും എഴുതുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. My favorite sports. നോ. ഭയങ്കര ബുദ്ധിമുട്ട്. മൈ ഫേവറേറ്റ് സ്പോർട്സ് ഉണ്ട്. ഞാൻ എഴുതട്ടെ. ലേറ്റസ്റ്റ് ആണോ? ഓ അതായിരിക്കാം. ഞാൻ ഒരു ഏതോ എഴുതിയിട്ട് വേറെ എന്തോ എഴുതിയില്ല. അതായത് മനസ്സിലാവാത്തവർക്ക് എഴുതിയില്ലേ പറ. കൊക്കോ ഞാൻ വെറുതെ കളിക്കാൻ വേണ്ടി ജയിച്ചൊരു സെലക്ഷൻ കിട്ടിയതാണ്. എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ പോയതാണ്. സോ കൊക്കോ അല്ല, ഐസ് ആൻഡ് വാട്ടർ. എപ്പോഴും വീട്ടിൽ കളിക്കാറുള്ള ഇതാ തീഫ് ആൻഡ് പോലീസാ, കളറിംഗ് പോലീസ്. ഐസ് ആൻഡ് വാട്ടർ കാച്ച് ആൻഡ് കാച്ച്. അപ്പോ ആരും എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വിന്നർ ആരാ നോക്കാം. ഓക്കെ, ഫസ്റ്റ് കുട്ടു, സെക്കൻഡ് ഇവൻ, തേർഡ് ഹൗ മച്ച് പോയിന്റ്സ്? ഇവന് 6 പോയിന്റ്സ്, ഇവനക്ക് 5 പോയിന്റ്സ്, ഇവൾക്ക് 4 പോയിന്റ്സ്. എന്റെ കൺഗ്രാറ്റുലേഷൻസ്.